ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ വിൽപ്പനയ്ക്കുള്ള കുറച്ച് പശുക്കളിലായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാൻ പോകുന്ന ഒരു 3 കാമ്പുള്ള ഒരു പശുവിനെയാണ് കേട്ടോ. ഇവൾക്ക് ഇപ്പോൾ 6 ലിറ്റർ പാലുണ്ട്. അത്ര ഓവർ വലിപ്പമുള്ള പശുവല്ല, ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു പശുവാണ് കേട്ടോ. 3 കാമ്പേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഞാൻ ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വിളിക്കുക, ചോദിക്കുക. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സുന്ദരി മോളായിട്ട് വന്നിട്ടുള്ളത്. ഒരു ചുവപ്പ് പശുവാണ് കേട്ടോ. ജേഴ്സി പശുവാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഒരു എരുമക്കുട്ടിയാണ്. ഇവൾക്കൊരു 7 മാസത്തോളം ആയിട്ടുണ്ട്. നല്ലൊരു എരുമക്കുട്ടിയാണ് കേട്ടോ. നല്ല കറുത്ത് നല്ല സുന്ദരി കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇവളനെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനായിട്ട് വിളിക്കുക. നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിളിക്കുക. കാരണം തീറ്റ വെള്ളം കൂടി ഒക്കെ പക്കയാണ് കേട്ടോ. യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലാത്ത നല്ലൊരു എരുമക്കുട്ടിയാണ് കേട്ടോ. കാണാനായാലും നല്ല വൃത്തിയുണ്ട്. പിന്നെ പുറത്തൊക്കെ കൊണ്ട് കെട്ടുകയാണെങ്കിൽ അവൾ നല്ല രീതിയിൽ പുല്ലൊക്കെ തിന്നുന്ന നല്ലൊരു മോളാണ് കേട്ടോ. വെള്ളം കുടിക്കാനായാലും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. നല്ല എന്താ പറയുക, നല്ല മോളായിട്ട് വെള്ളം കുടിക്കും കേട്ടോ. പിന്നെ നമുക്ക് വന്നിട്ടുള്ള ഒരു കാസർഗോഡ് കുള്ളനാണ് കേട്ടോ. ഇവൾ 9 മാസം ചെനയാണ്, പ്രസവിക്കാറായിട്ടുണ്ട്. അകിടൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവളനെ ആയാലും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനായിട്ട് വിളിക്കുക. യാതൊരുവിധ ശല്യവും ഇല്ല കേട്ടോ. അകിട് തൊടാനായാലും ഒന്നും ചെയ്യില്ല അവൾ. അങ്ങനെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത നല്ലൊരു പശുവാണ് കേട്ടോ. അധികം ഹൈറ്റ് ഇല്ല കേട്ടോ. ഹൈറ്റ് വളരെ കുറവാണ്. പിന്നെ കറുപ്പ് കളറാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇവരെ ഇഷ്ടപ്പെട്ടു വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളതിനെ വിളിക്കുക. നമ്മളോട് സംസാരിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പറയൂ കേട്ടോ.